Calicut business was having a lot of problems and all. So he started working on it. Kore kaalam within the pinnal. I can tell you almost 15 years on നടന്നില്ല. So we after the corona we came a decision that സ്വന്തം പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഒരു ചെറിയ ഷോർട്ട് മൂവി വെച്ചിട്ടാണ് തുടങ്ങിയത് ടു പുട്ട് ഇറ്റ് ഇൻ ടു എ കോമ്പറ്റീഷൻ. അവിടുന്ന് അങ്ങോട്ട് അത് നന്നായി വന്നപ്പോൾ ദെൻ ലെറ്റ് us ഡു വൺ മോർ മൂവി എന്നായി. അങ്ങനെ വന്ന് ഇന്ന് ആഫ്റ്റർ ഐ ക്യാൻ സേ ഓൾമോസ്റ്റ് 25 to 30 years കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഹാർഡ് വർക്ക് ഒരു സക്സസിലേക്ക് എത്തുന്നത്. ഇറ്റ് അപ്ലൈസ് മോർ ടു ഹിയർ. എന്താണ് നമ്മൾ നോർത്തേൺ കേരള എന്നുള്ള ഒരു സ്പെസിഫിക് നമ്മുടെ ഈ കേരള റീജിയൻ എന്ന രീതിയിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെയൊക്കെ പണ്ട് മലബാറീസ് എന്താണ് മദ്രാസീസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കോണ്ടെക്സ്റ്റിലെ അതിനൊരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളൂ. ഹസ്ബൻഡ് ഇത്ര കാലം സ്ട്രഗിൾ ചെയ്തിട്ടൊന്നും ആയില്ലല്ലോ, പിന്നെ എങ്ങനെയാ മോൾ അതിലേക്ക് പോകുന്നത്. ഈവൻ മൈ പാരന്റ്സ് ഹിസ് പാരന്റ്സ് ആർ ഓൾ അഗെയിൻസ്റ്റ് ഇറ്റ്. പക്ഷേ വി വാണ്ടഡ് ടു സപ്പോർട്ട്. അവർക്ക് എന്താണോ താല്പര്യം ചെയ്യാൻ സപ്പോർട്ട് ഇട്ട് അവൾ ചെയ്യുക. ബിക്കോസ് എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ അടുക്ക് വരുന്നത് കുറേ സ്വപ്നങ്ങളായിട്ടായിരിക്കും. പക്ഷേ അക്കാഡമിക്സ് മാത്രമല്ല, അവർ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എന്ത് ചെയ്താലും അവരുടെ ആ ഒരു സ്വപ്നമുണ്ട്. അതിലേക്കും കൂടി ഒന്ന് ഇവർ വഴി തിരിക്കണം എന്നുള്ളതും കൂടിയാണ്. അത് ആദ്യത്തെ പാട്ട് വളരെ ഒരു ദിവസം ഞാൻ ആക്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പം എനിക്ക് സിറ്റുവേഷൻ അറിയാം, സ്ക്രിപ്റ്റ് അറിയാം. അപ്പം എല്ലാം ഒന്നിന് ശേഷം ഇങ്ങനെ സംഭവിക്കായിരുന്നല്ലോ. അപ്പം ആസ് ഷീ സെഡ് ഇറ്റ് വാസ് എ ജേർണി. അല്ലാതെ ഞങ്ങൾ ഇന്നത് ചെയ്യണം എന്ന രീതിയിൽ അങ്ങനെ വളരെ ബാക്കോട്ട് പ്ലാൻ ചെയ്ത് വൻകിട ഒരു പ്രോജക്റ്റ് ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്തതല്ല. ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലബാർ ടെയിൽസ് എന്ന സിനിമയുടെ ഭാഗമായ 2 പേരാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. യെസ്, സോ ആദ്യം തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? ഓക്കെ, ഞാൻ ഡോക്ടർ പ്രീത അനിൽ. ഞാൻ ഈ മൂവിയിൽ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടാണ് വർക്ക് ചെയ്തത്. ബട്ട് 1998 മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം, മാരേജ് കഴിഞ്ഞിട്ട് സെറ്റിൽ ആവാൻ വരുന്നതാണ് കാലിക്കറ്റിൽ. My husband was in movie field, but he was also a mechanical engineer. So he had his own company. പക്ഷേ കോഴിക്കോടിൽ വന്നപ്പോൾ പാഷൻ മൂവീസ് ആണ്. അതിന് മുന്നേ കല്യാണം കഴിക്കുന്നതിന് മുന്നേ 3 മൂവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് അസിസ്റ്റന്റ് ഡയറക്ടർ. ദാറ്റ് ഈസ് യാദവം, കർമ്മ, രജപുത്രൻ. ഈ മൂവീസിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഹി ഓൾവേസ് വാണ്ടഡ് ടു ബി ഇൻ ദ മൂവി ഫീൽഡ്. പക്ഷേ ഓരോ സാഹചര്യം വെച്ച് നടന്നില്ല. ഹിസ് ഫാദർ വാസ് അഗെയിൻസ്റ്റ് ഹിസ് ആക്ടിങ് ഇൻ മൂവീസ്, സോ ഓർ വർക്കിംഗ് ഇൻ മൂവീസ്. സോ അത് വിട്ടിട്ട് ഫുൾ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്തു. But then 1998 കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് he wanted to really work towards movie because Calicut business was having a lot of problems and all. So he started working on it. കുറേ കാലം ഇതിൻ്റെ പിന്നാലെ, I can tell you almost 15 years ഒന്നും നടന്നില്ല. So we after the corona we came a decision that സ്വന്തം പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഒരു ചെറിയ ഷോർട്ട് മൂവി വെച്ചിട്ടാണ് തുടങ്ങിയത് ടു പുട്ട് ഇറ്റ് ഇൻ ടു എ കോമ്പറ്റീഷൻ. അവിടുന്ന് അങ്ങോട്ട് അത് നന്നായി വന്നപ്പോൾ ദെൻ ലെറ്റ് us ഡു വൺ മോർ മൂവി എന്നായി. അങ്ങനെ വന്ന് ഇന്ന് ആഫ്റ്റർ ഐ ക്യാൻ സേ ഓൾമോസ്റ്റ് 25 to 30 years കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഹാർഡ് വർക്ക് ഒരു സക്സസിലേക്ക് എത്തുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് മലബാർ ടെയിൽസ്. അത് January 3 റിലീസ്. ഫിയോക്കാണ് റിലീസ് ചെയ്യുന്നത്. സോ ഒരു വലിയ ജേർണിയാണ്. അതിലൊരുപാട് കാര്യങ്ങൾ വേറെ ആസ് യു ഗോ അലോൺ പറയാം. തുടക്കം അവിടെ നിന്നായിരുന്നു എന്ന് പറയാം. സോ ഇറ്റ് കെയിം ആസ് എ ഫാമിലി സെറ്റപ്പ്. ഹസ്ബൻഡിനെ കൂടെ ഞാൻ സപ്പോർട്ടിൽ വന്നു, ബിക്കോസ് വേറെ ആരും ഉണ്ടായിരുന്നില്ല സപ്പോർട്ട് ചെയ്യാൻ. മോള് വന്നു. മോള് പൂനെയിൽ നിന്ന് മൂവി ഫീൽഡിലാണ് വർക്ക് ചെയ്ത് ഡിഗ്രി എടുത്തത്. ആൻഡ് ദെൻ ഷീ വാണ്ടഡ് ടു ഓൾസോ റിയലി വർക്ക് ഇൻ ദ മൂവി ഫീൽഡ്. അവൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് മലയാളത്തിലെ ഫസ്റ്റ് പടം ഷാജൂൻ കരിയാലിൻ്റെ മൂവി മൃദുഭാവേ ദൃഢകൃത്യ, ആ മൂവിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. അങ്ങനെ അവളും അച്ഛൻ്റെ കൂടെ ചേർന്നിട്ട് നമുക്ക് സ്വന്തം മൂവി ഉണ്ടാക്കാം എന്നുള്ള ഒരു രൂപത്തിലെത്തിയപ്പം ഞാനും അതിൻ്റെ കൂടെ നിന്നു. അത്ര തന്നെ. പിന്നെ മോന് വന്നു. പ്രൊഡക്ഷൻ വർക്കിലുള്ള കുറേ കാര്യങ്ങൾ അവൻ ഏറ്റെടുത്തു. പിന്നെ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. കുറേ നല്ല ആൾക്കാർ കോഴിക്കോടിൽ നമ്മളെ കൂടെ നിന്നു. ആക്ട് ചെയ്യാൻ താല്പര്യമുള്ളതും പിന്നിൽ വർക്ക് ചെയ്യാനും ഓരോരാളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇറ്റ് ബിക്കെയിം എ സീ ഓഫ് പീപ്പിൾ ലേറ്റർ ഓൺ. അത് ഇന്നൊരു എല്ലാവർക്കും കാണാനായിട്ടൊരു അടിപൊളി സംഭവമായിരിക്കും. ഇറ്റ്സ് എ വെരി നാച്ചുറൽ സെറ്റിംഗ്. അതിലാരും പേര് കേട്ട ആൾക്കാരില്ല. വെരി ഫ്യൂ പീപ്പിൾ ആർ ദേ, ലൈക്ക് അനിൽ ആൻഡോ, ശിവരാജ് ആൻഡ് അൻവർ, സാദിഖ്. അവരൊക്കെയാണ് കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാർ. ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. ബട്ട് മൂവി മൊത്തത്തിൽ നന്നായി വന്നിട്ടുണ്ട്. സോ ഒന്ന് കണ്ടിട്ട് നോക്കാം എന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് സുമന സുബിനി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ
ഒരു ഓൺ ക്യാമറ എക്സ്പീരിയൻസ് ആണ്. അനിൽ, പ്രീത ആൻഡ് ഫാമിലി വർഷങ്ങളായിട്ട് ലാസ്റ്റ് 15 years ആയിട്ടുള്ള ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. സോ മൂവിയിലേക്കുള്ള വരവ് ഇതിനു മുമ്പ് ഇങ്ങനെ പല പല സ്ക്രിപ്റ്റ് ഐ ഹാവ് സീൻ ദെയർ ജേർണി. ലൈക്ക് പ്രീത പറഞ്ഞ പോലെ അവരുടെ ഈ ഒരു പേഷ്യൻസ് ആൻഡ് പെർസിവിയറൻസ്, ഒരു നമ്മുടെ പാഷന് വേണ്ടിയിട്ടുള്ളത്, ഞാനത് കണ്ട് ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവുക അനിലിൻ്റെയും പ്രീതയുടെയും. ആൻഡ് ഹൗ പ്രീത ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതും ആ പാഷനെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുമ്പം ഷീസ് എ വെരി ഇൻസ്പയറിങ് വുമൻ ഇൻ ദാറ്റ് വേ. സോ അങ്ങനെ അപ്പോൾ ഇവരുടെ ഫാമിലി കൂടെ പലപ്പോഴും നമുക്ക് സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പം നമുക്ക് അയച്ചുതരും, ഡിസ്കഷൻ അങ്ങനെയൊക്കെ ഫ്രണ്ട്ലി രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞാൻ ഞാനിവിടെയല്ല, വിശാഖപട്ടണത്താണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പം നാട്ടിലിങ്ങനെ വരുന്ന സമയത്തൊന്ന് ഒരു സാധനം ഒരു ക്യാരക്ടർ വെച്ച് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാഭാവികമായിട്ട് ട്രൈ ചെയ്തു വന്നു. പിന്നെ അതിനുശേഷം അതിൻ്റെ അകത്ത് ഈ 5 ഷോർട്ട് ഫിലിംസ് 5 സ്റ്റോറീസ് ആണല്ലോ പുട്ട് ടുഗെദർ ആസ് എ മൂവി, ആന്തോളജി മൂവി. അപ്പോൾ അതിലെ ഒരു 3 പാട്ടുകൾക്ക് ലിറിക്സ് എഴുതാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതും എന്താണ് വളരെ അവിചാരിതമായിട്ട് ഹി ആസ്ക്ഡ് can you try writing, so it is my first experience as a lyricist. പക്ഷേ പാട്ട് കേട്ടാൽ ഇവൽ റിയലി ലവ് ഇറ്റ്. വരികളായിക്കോട്ടെ, ഈണമായിക്കോട്ടെ, പാടിയതായിക്കോട്ടെ, ഐ മീൻ ഇറ്റ്സ് എ വെരി സിൻസിയർ എഫേർട്ട് ഫ്രം എ പീപ്പിൾ, ഓൾ ന്യൂ കമേഴ്സ്, എല്ലാവരും കൂടി ചേർന്ന് വന്നതാണ്. 5 മൂവീസാണ് ഈ മലബാർ ടേസ്റ്റിലുള്ളത്. 5 വീടുകളിലെ 5 വ്യത്യസ്തമായ കഥകൾ, 5 ഇമോഷൻസ് ആണ്, 5 ജോണറാണ്, ഓരോന്നിലും ഓരോ പാട്ടുമുണ്ട്. ആൻഡ് എവറിത്തിങ് ഹാസ് വർക്ക്ഡ് ഔട്ട് ബ്യൂട്ടിഫുള്ളി വെൽ. അപ്പോൾ അതൊരു മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം, ഒരു ന്യൂ കമ്മിങ് പറയാം. ഇപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ നമ്മള് നോർമലി നമ്മുടെ സക്സസ് സ്റ്റോറീസ് പറയാറുണ്ട് ഫാമിലി സപ്പോർട്ടഡ് മീ എന്ന് പറഞ്ഞാൽ. പക്ഷെ നോർമലി ഫാമിലി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മേ ബി ബൈ ദ വേർഡ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു ഫാമിലി മൊത്തത്തിൽ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുവാണ്. സോ വാട്ട് ഡു യു ഫീൽ അബൌട്ട്? ഓ യെസ്, വെരി ഇൻസ്പയറിങ്. കാരണം നമ്മൾ ഒരു പക്ഷേ കണ്ട് പരിചയമില്ലാത്തൊരു കാര്യമല്ലേ. ഒന്നുകിൽ എന്താണ് ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു മെയിൽ പേഴ്സൺ ആയിരിക്കും ഫിലിം ഫീൽഡിലുണ്ടാവുക, വൈഫ് വുഡ് ബി സപ്പോർട്ടിങ് വേറെ ജോലി. ഷീ ഈസ് എൻ അമേസിങ് ടീച്ചർ ബൈ ദ വേ. സോ അപ്പാർട്ട് ഫ്രം ഹർ എന്താണ് വർക്ക് in teaching, she runs a center. അതായത് 9th മുതലുള്ള 12th വരെയുള്ള കുട്ടികളെ അവരുടെ മാത്സ് ആൻഡ് സയൻസ്, അപ്പോൾ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. സോ അലോങ് വിത്ത് ദാറ്റ് the way I've seen her, I've been there in there. അവരുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പം ഇറ്റ്സ് വെരി വെരി ഓവർവെൽമിങ്. ആൻഡ് മകള് അനുപ്രിയ, ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മോളെ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ്. അപ്പം നന്നായി. മറ്റൊരു വിഷയം പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും നന്നായി പഠിക്കുന്നു, നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടി, അപ്പോൾ എഞ്ചിനീയറിംഗ് മറ്റേതിനൊക്കെ വിടണം എന്നല്ലേ. ബട്ട് വെൻ ഷീ ഹാസ് എ പാഷൻ ഫോർ മൂവീസ്, അച്ഛൻ ഇതിൻ്റെ അകത്ത് ഇത്രയും വർഷങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമ്പോഴും ആ പാഷൻ്റെ അതിലേക്ക് വിടാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനുവേണ്ടി ഇങ്ങനെ ഒരു മൂവി ഒരുക്കുകയൊക്കെ ചെയ്യുമ്പം ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ദാറ്റ് ഈസ് ദ കറേജ് ഈ ഫാമിലി. എല്ലാവരും നെഗറ്റീവ് ആയിരുന്നു, ബിക്കോസ് ഹസ്ബൻഡ് ഇത്ര കാലം സ്ട്രഗിൾ ചെയ്തിട്ടൊന്നും ആയില്ലല്ലോ, പിന്നെ എങ്ങനെയാ മോൾ അതിലേക്ക് പോകുന്നത്. ഈവൻ മൈ പാരൻസ്, ഹിസ് പാരൻസ് ആർ ഓൾ അഗെയിൻസ്റ്റ് ഇറ്റ്. പക്ഷേ വി വാണ്ടഡ് ടു സപ്പോർട്ട്. അവർക്ക് എന്താണോ താല്പര്യം ചെയ്യാൻ, സപ്പോർട്ട് അവൾ ചെയ്യുക. ബിക്കോസ് എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ അടുക്ക് വരുന്നത് കുറേ സ്വപ്നങ്ങളായിട്ടായിരിക്കും. പക്ഷേ അക്കാഡമിക്സ് മാത്രമല്ല, അവർ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എന്ത് ചെയ്താലും അവരുടെ ആ ഒരു സ്വപ്നമുണ്ട്. അതിലേക്കും കൂടി ഒന്ന് ഇവരെ വഴി തിരിക്കണം എന്നുള്ളതും കൂടിയാണ്. പാരന്റ്സ് ഫെയിൽ ആവുന്ന ആ ഒരു സ്ഥലത്താണ്. അപ്പൊ നമ്മളൊരു എൻകറേജ്മെന്റ് ഹോം അമ്മയെ ഫ്രം കുട്ടികളൊന്ന് മാറ്റി നിർത്തി ചിന്തിക്കുക. ഓക്കെ, അക്കാഡമിക്സ് ആവറേജ് അബവ് ആവണം. അതിൻ്റെ കൂടെ നിങ്ങൾക്കാണ് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എന്താ ചെയ്യാൻ താല്പര്യം, അത് എല്ലാ ദിവസവും ചെയ്തു വരുമ്പോൾ യു വിൽ ഓട്ടോമാറ്റിക് എക്സൽ ഇൻ ഇറ്റ് ബിക്കോസ് യു ലൈക്ക് ഡൂയിങ് ഇറ്റ്. സോ അവരെ പുഷ് ചെയ്യാതെ ഇരിക്കുക. അങ്ങനത്തെ ഒരു അവർക്ക് ഇഷ്ടമില്ലാത്ത ഫീൽഡിൽ ഇന്നും എൻ്റെ അടുത്ത് കുറേ പേര് വരും, നമ്മൾ ഈ കീം എക്സാം ആയിക്കോട്ടെ, നീറ്റ് എക്സാം ആയിക്കോട്ടെ, അത് എഴുതാൻ താല്പര്യമില്ല, പക്ഷേ എഴുതിയാൽ മതിയാവും. അപ്പോൾ അങ്ങനെ മാറി ചിന്തിക്കാൻ, ലെറ്റ് ദം ഡു വാട്ട് ദേ വാണ്ട്. 12th കഴിഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് സാവകാശം കൊടുക്കുക, വാട്ട് ദേ വാണ്ട് ടു ഡു. എന്നിട്ട് അതിലേക്ക് ജസ്റ്റ് സപ്പോർട്ട് ദം, ദേ വിൽ എക്സൽ. ആരും ഫെയിൽ ആവില്ല.
but just support them what they want to do. ആ ഒരു ഇതിലും കൂടി so we did that for our daughter. She is enjoying the work. അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട് എല്ലാ ഫീൽഡിലും. മൂവി മേക്കിങ്ങിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂംസ് മുതൽ ആർട്ട് മുതൽ ആക്ടിങ് വരെ ഒന്നും ആരും ഇല്ലാതെ അവൈലബിൾ ആകുമ്പോൾ ഞാനും ഇരുന്നുണ്ട് ജസ്റ്റ് ബി ദേർ ഇൻ ദ ബിക്കോസ് ഒരാൾ വേണം, അപ്പോൾ ആൾ അവൈലബിൾ അല്ല. സോ ലൈക്ക് ദാറ്റ് വി ഓൾ ചിപ്ഡ് ഇൻ. ഇനി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക ഹൗ ദ മൂവി ഹാസ് കം അപ്പ്. ഇപ്പൊ സുമന് ഇതില് ലിറിസിസ്റ്റും ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ടെന്നല്ലേ, ആ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? ക്യാരക്ടർ ഒരു പർദ്ദ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയിലെ ക്യാരക്ടറാണ്. അത് ഒരു 20-22 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആസ്പയറിങ് ആയിട്ടുള്ള ഒരു അംബിഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ എന്താണ്, അമ്മയും മകളും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ, എപ്പോഴും ആ ഒരു ഏജിലെ അമ്മയും മകളും തമ്മിലുള്ള ഒരു ബന്ധം വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പല പല ഇമോഷൻസിലൂടെ കടന്നു പോവാണ്. പ്രത്യേകിച്ചും ഈ ക്യാരക്ടറിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. അപ്പം 2 കുട്ടികളെ, സിംഗിൾ മദർ, 2 കുട്ടികളെ, സൊസൈറ്റി, അങ്ങനെ കുറേ കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്ന ഒരു അമ്മയും മകളും, മകളുടെ ആഗ്രഹങ്ങളും അത് തമ്മിലുണ്ടാവുന്ന കുറേ കോൺഫ്ലിക്ട്സ് ഉണ്ടല്ലോ. അതിലൂടെ നല്ലൊരു മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാ മൂവിയിലും ഒരു സോഷ്യലി റെലവെന്റ് മെസ്സേജ് ഉണ്ട്. ദാറ്റ് ഈസ് അപ് ടു യു, ദ വേ യു ടേക്ക് ഇറ്റ്. നമ്മളൊന്നും അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, ജഡ്ജ് ചെയ്യുന്നില്ല. യു ക്യാൻ ടേക്ക് ഇറ്റ് ദ വേ യു വാണ്ട്, ബട്ട് ദെയർ ഈസ് സംതിങ് ടു തിങ്ക് അബൌട്ട് ആഫ്റ്റർ എവറി മൂവി. അപ്പൊ ഇപ്പൊ ഒരു ഇതിന്റെ ടൈറ്റിൽ തന്നെ മലബാർ ടേൽസ് എന്നാണ്. വൈ യു ഫോക്കസ്ഡ് ഇൻ മലബാർ? ലൈക്ക് മലബാർ എന്ന് പറയുന്നത് ഒരു ഏരിയ ആണല്ലോ, ഒരു പെർട്ടിക്കുലർ കുറച്ച് ഡിസ്ട്രിക്ട്സ് വരുന്ന ഏരിയ. എന്തുകൊണ്ടാണ് മലബാർ ടേൽസ് എന്ന പേര് വരുന്നത്? പണ്ട് ഈ ഡിവൈഡ് ആവുന്നതിന് മുന്നേ കേരളം എന്ന് പറയുന്നത് മലബാർ ആയിട്ടായിരുന്നു അറിയപ്പെടുന്നത്. കേരള നാടായിക്കോട്ടെ, മലബാർ അങ്ങനെയാണ്. പിന്നെ ശേഷമാണ് ഒരു പെർട്ടിക്കുലർ റീജിയൻ മാത്രം മലബാറായി മാറിയത്. പക്ഷെ നമ്മൾ 92-91 മൈ ഹസ്ബൻഡ് വാസ് ലോങ് ടൈം ജനിച്ചതൊക്കെ ഇവിടെയാണ്, പക്ഷെ പഠിച്ചതും വളർന്നതൊക്കെ പുറത്താണെങ്കിലും ഈ കമ്മിങ് ബാക്ക് ടു റൂട്ട്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നാട് എന്ന് പറയുന്നത്, നമ്മളെ നാട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്ര കാലം ഇവിടെ നിന്നു, പുറത്തുനിന്ന് വന്ന ആളായതുകൊണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും പറ്റി. ഇവിടെ തന്നെ നിൽക്കുന്ന അത് ഡിഫറെൻ്റ് ആണ്. പുറത്ത് പോയി കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ മാറ്റങ്ങളും സൊസൈറ്റിയിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അപ്പോൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആ വ്യത്യസ്തം മനസ്സിലാകുമ്പോൾ അത് ശരിക്കും മൂവിയിലേക്ക് വന്നു. സോ മലബാറിലെ 5 വീടിലെ 5 കഥകളായിട്ട് ആ രീതിയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ നോർത്തേൺ കേരള എന്നുള്ള ഒരു സ്പെസിഫിക് നമ്മുടെ ഈ കേരള റീജിയൻ എന്ന രീതിയിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെയൊക്കെ പണ്ട് മലബാറീസ്, എന്താണ് മദ്രാസീസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കോണ്ടെക്സ്റ്റിലെ അതിനൊരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഒരു 4 ഡിസ്ട്രിക്റ്റോ 5 ഡിസ്ട്രിക്റ്റ് ആയിട്ടൊന്നും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഒരു ലിറിസിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ വേർഡ്സ് സെലക്ട് ചെയ്യുന്നത് ഭയങ്കര കീനായിരിക്കും. അതെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? 3 പാട്ടല്ലേ? അത് ആദ്യത്തെ പാട്ട് വളരെ ഒരു ദിവസം ഞാൻ ആക്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പം എനിക്ക് സിറ്റുവേഷൻ അറിയാം, സ്ക്രിപ്റ്റ് അറിയാം. അപ്പം എല്ലാം ഒന്നിന് ശേഷം ഇങ്ങനെ സംഭവിക്കായിരുന്നല്ലോ. അപ്പം ആസ് ഷീ സെഡ് ഇറ്റ് വാസ് എ ജേർണി. അല്ലാതെ ഞങ്ങൾ ഇന്നത് ചെയ്യണം എന്ന രീതിയിൽ അങ്ങനെ വളരെ ബാക്കോട്ട് പ്ലാൻ ചെയ്ത് വൻകിട ഒരു പ്രോജക്റ്റ് ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്തതല്ല. അപ്പം അവിടെ ഒരു സോങ് ആവാം എന്നൊരു ഐഡിയ അനിലിന് വരികയും, അപ്പം ഞാൻ നാട്ടിലുള്ള സമയമാണ്. അപ്പം പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് നിനക്ക് സിറ്റുവേഷൻ അറിയില്ലേ, അപ്പോൾ അവിടെ ഒരു സോങ് ആവാമെന്ന് തോന്നുന്നു, വൈ ഡോണ്ട് യു ട്രൈ. പൊതുവെ ഇപ്പം ഞാൻ ചോദിച്ചു, സാധാരണ ഇന്നത്തെ കാലത്തൊക്കെ മ്യൂസിക് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ ലിറിക്സ് വരുന്നത്. പണ്ടൊക്കെ അല്ലേ ആദ്യം ലിറിക്സ് എഴുതി പിന്നെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അനിലിൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല മ്യൂസീഷ്യൻ ട്യൂൺ ഇട്ടിട്ടല്ലേ ഇപ്പോഴൊക്കെ എഴുതാറുള്ളത്, അപ്പോൾ പിന്നെ ഇന്നല്ല നീ എഴുതിക്കോ, ആ സിറ്റുവേഷൻ നമുക്കറിയാലോ, ആ കോണ്ടെക്സ്റ്റ് വരണം എന്ന് പറഞ്ഞു. ഈ എല്ലാ പ്രൊജക്റ്റിലും സ്ക്രിപ്റ്റ് 100% റെഡിയാണ്. സ്ക്രിപ്റ്റ് എവറിത്തിങ് ഡീറ്റെയിൽഡ് ഔട്ട് ചോക്ക് ഔട്ട് ചെയ്ത് വെച്ചാൽ ലിറിക്സ് അപ്പം ആ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ ഒരാളെ എഴുതാൻ പറ്റും. ഒന്ന് നന്നായപ്പോൾ പിന്നെ വൈ നോട്ട് ട്രൈ ദ നെക്സ്റ്റ് വൺ, അത് നല്ല അടിപൊളിയായപ്പോൾ വേറെ സിറ്റുവേഷൻ, അങ്ങനെ ഓരോന്നോരോന്ന് അപ്പം സ്ക്രിപ്റ്റ് 100% ആദ്യം മുതലേ എല്ലാം റെഡി ആയിരുന്നു. ആ രീതിയിൽ അനിൽ വളരെ ക്ലിയർ ആയിരുന്നു, കോണ്ടെക്സ്ച്വൽ ആയിരിക്കണം എന്നുള്ളത്. പിന്നെ എനിക്ക് ഇത്രയും വർഷമായിട്ട് ഇവരെ അറിയുന്ന സമയത്ത് എന്നാൽ പറ്റുന്ന രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ബെസ്റ്റ് എനിക്ക് കൊണ്ടുവരാൻ പറ്റണം എന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി കമ്പോസ് ചെയ്ത് വന്നപ്പം അത് നന്നായിട്ട് വന്നു. പിന്നെ ചെറിയ ചേഞ്ചസ് ആസ് പെർ ദ മ്യൂസീഷ്യൻ ആയിട്ട് സംസാരിച്ചു വരുമ്പോൾ അവർക്ക് വേണ്ട ചെറിയ ചേഞ്ചസ് ഒക്കെ ചെയ്തു. ഈ പോയമോ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ എഴുതാറുണ്ട്, പോയമ എഴുതാറുണ്ട്. സോങ് എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു
അപ്പൊ നമ്മുടെ ഇങ്ങനെ മൂവി റിലീസിന് ഒരുങ്ങുകയാണ്, എന്ത് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഏറ്റവും ആദ്യം നമ്മളിപ്പോ ഈ ഒരു കുടുംബത്തിന്റെ കഥ, അനിൽ, പ്രീത, ഫാമിലിയെ, അശ്വൻ, അനുപ്രിയയുടെ ഒരു ഫാമിലി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പൊ ആ കുടുംബത്തിൽ നിന്ന്, ആ വീട്ടിൽ നിന്നുണ്ടായിട്ടുള്ള, ആ വീട്ടിലെ ഒരുപാട് ഇമോഷൻസ് ഇല്ലേ ഇതിലൂടെ കടന്നു പോകുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 5 ഡിഫറെൻറ്റ് ഇമോഷൻസ്, 5 ഡിഫറെൻറ്റ് കുഞ്ഞു വീടുകളിലെ കഥകളാണ്. അപ്പം എല്ലാവരും ആസ്വദിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, തിയേറ്ററിൽ പോയി കാണുക. ഇന്നലെ 6 മണിക്ക് പ്രൊമോ സോങ് റിലീസ് ചെയ്തു. കാവ്യ മാധവനും ഷൈജു കുറുപ്പാണ് റിലീസ് ചെയ്തത്. പ്രൊമോ സോങ് വന്നതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര ക്യാച്ചി ആയ ട്യൂണും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻസ് വന്നു. ഞാൻ കുറച്ച് കമൻസ് റിപ്ലൈ ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് നോക്കുമ്പോൾ ഒരാൾ ഒരു സോങ് റൈറ്ററാണ്, അയാളൊരു നല്ല ബ്യൂട്ടിഫുൾ കമൻറ്റ് ഉണ്ടായിരുന്നു. ഈ മലബാർ ടെയിൽസ് എന്ന് പറയുന്നത് 5 കഥകളാണല്ലോ, പക്ഷെ ഇതിലൊരു 6ാമത്തെ ഹിഡൻ കഥയുണ്ട്, അത് ഈ ഫാമിലിയുടെ കഥയാണ് എന്ന് പറഞ്ഞു. യെസ്, ഇറ്റ് വാസ് എ ബിഗ് സ്ട്രഗിൾ, ഇറ്റ്സ് എ ബിഗ് ജേർണി. മീൻസ് ഓരോ ഘട്ടത്തിലും പ്ലസും മൈനസും, 2 സ്റ്റെപ്പ് ബാക്ക്വേർഡ്, ഒരു സ്റ്റെപ്പ് ഫോർവേഡ്, അങ്ങനെ പോയി എത്തിയതാണ്. അപ്പോൾ യെസ്, ഇതിൽ വേറൊരു കഥ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ. സോ ആക്ച്വലി 5+1 6 സ്റ്റോറീസ് ആണ്. നമ്മളെ കുടുംബത്തിന്റെ ഒരു കഥയും കൂടി അതിലുണ്ട്. ഇനി ഇത് പ്രേക്ഷകർ ഏറ്റു വാങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ സക്സസ്. അവർ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇത് സ്പ്രെഡ് ഇറ്റ് ഔട്ട്. ദിസ് ഒരു ചെറിയ മൂവിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സപ്പോർട്ട് ഇവർ മാത്രമാണ്, പ്രേക്ഷകരാണ്. അവർ വന്ന് കാണണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള, ഒരു ഫാമിലിക്ക് താങ്ങാവുന്ന ഒരു ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പം അങ്ങനെ തന്നെ കുറെ മൂവീസ് വരട്ടെ, കുറെ പേര് സക്സസ് ആവട്ടെ. മേ ബി ദിസ് ഈസ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പോൾ ഇത് സക്സസ് ആയാൽ മെനി പീപ്പിൾ വിൽ ഫൈൻഡ് എ വേ ഔട്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മൂവി വിജയകരമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളും മിനി നല്ല നല്ല സിനിമ ഞങ്ങളുടെ മുന്നിൽ എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.